അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നിഷേധികളുടെ മക്ക എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ്. ഞങ്ങളും അബ്ദുമനാഫ് കുടുംബവും അന്തസ്സിനു വേണ്ടി മത്സരിച്ചിരുന്ന ഒരു കാലഘട്ടം. തീർത്ഥാടകർക്ക് അവർ ഭക്ഷണം നൽകി, ഞങ്ങളും അത് ചെയ്തു. അവർ ദാനധർമ്മങ്ങൾ നൽകിയപ്പോൾ ഞങ്ങളും നൽകി. പൊതു കാര്യത്തിന് വേണ്ടി അവർ ത്യാഗങ്ങൾ ചെയ്തു, ഞങ്ങളും വിഷമങ്ങൾ സഹിച്ചു. അവരും ഞങ്ങളും വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതുപോലും ഒരു മത്സര പോലെയായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. അതിനിടയിൽ ഒരു പ്രവാചകൻ തങ്ങളിലുണ്ടെന്നും അദ്ദേഹത്തിന് ആകാശത്തു നിന്ന് ദൈവ സന്ദേശങ്ങൾ ലഭിക്കുന്നു എന്നും അവർ പറയുന്നു. അത്തരത്തിൽ ഒന്ന് നമുക്ക് എങ്ങനെ ലഭിക്കാനാണ്? അള്ളാഹുവാണേ സത്യം, ഞാൻ അവരിലെ പ്രവാചകനെ ശരിവെക്കുകയില്ല, അംഗീകരിക്കുകയുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തെക്കുറിച്ച് അബൂജഹലിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ തീർത്തും നിഷേധിച്ച ആളായിരുന്നു അബൂജഹൽ. മുഹമ്മദ് സത്യവാനും വിശ്വസ്തനുമാണ് എന്ന കാര്യത്തിൽ അറബികൾക്കിടയിൽ ഒരു തർക്കവുമില്ല. തങ്ങൾക്കിടയിൽ ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു എന്ന കാര്യവും അവർക്കറിയാമായിരുന്നു. പക്ഷേ കിടമത്സരവും അസൂയയും സത്യപ്രവാചകനെ അംഗീകരിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു. അനുഗ്രഹീത കാവ്യസിദ്ധിയുള്ള കവിയായിരുന്നു ഉമയ്യത്ത് ബിനു അബീ സൽത്ത്. മരുഭൂമിയിലെ പ്രവാചകന്റെ ആഗമനത്തെ അദ്ദേഹം കവിതയിൽ രചിച്ചു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ദൗത്യമേൽക്കുന്നത്. പക്ഷേ താൻ അനുഗ്രഹിച്ച ദൈവ ഉത്തരവാദിത്വം മറ്റൊരാൾക്ക് ലഭിച്ചതിൽ അസൂയാലുവായ ഉമയ്യത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. സമാനമായ നിലപാട് തന്നെയായിരുന്നു വലീദ് ബിൻ മുഗീറയുടേതും. സമ്പന്നനും പണ്ഡിതനുമായ അയാൾ ഖുറൈശികളുടെ നേതാവായ ഞാനും സഖീഫ് ഗോത്രത്തലവനായ അബൂ മസ്ഊദും ജീവിച്ചിരിക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് നഗരങ്ങളിലെ മഹത്വങ്ങളുമായിരിക്കെ ദിവ്യ സന്ദേശം മുഹമ്മദിന് നൽകപ്പെടുകയോ പൈതൃക മതം കൈവടിയുന്നതിലൂടെയും വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിലുമുള്ള വിഷമത്തിലുമുപരി സാമൂഹിക ഉച്ചനീചത്വമായിരുന്നു പ്രമാണിവർഗത്തെ ദൂതരിൽ നിന്ന് അകറ്റിയത്. അളവറ്റ സ്വാധീന ശക്തി ഉണ്ടായിരുന്ന അവർ പ്രവാചകനെതിരെ സമൂഹത്തെ പ്രകോപിപ്പിച്ചു. തിരുദൂതരുടെ കുടുംബകാരണവും പിതൃ സഹോദരനുമായ അബൂ ത്വാലിബിനെ അവർ സമീപിക്കുകയുണ്ടായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതിയ ആശയ പ്രചാരണത്തിൽ നിന്നോ തടയുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനോ നൽകി വരുന്ന സംരക്ഷണം അവസാനിപ്പിക്കുകയോ ചെയ്യാൻ അബൂ ത്വാലിബിനോട് അവർ ആവശ്യപ്പെട്ടു. അവരുടെ ആവശ്യം അദ്ദേഹം നിരാകരിച്ചു. ഖുറൈശി നേതാക്കൾ ഈ ശ്രമം തുടർന്നു. മറ്റൊരിക്കൽ വലീദ് ബിൻ മുഗീറയുടെ ഒരു മകനെ പകരമായി സ്വീകരിക്കുവാനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിട്ടുതരാനും അവർ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അയന്റെ മകനെ നിങ്ങൾക്ക് ഞാൻ കൊലക്ക് വിട്ടുതരികയും നിങ്ങളുടെ മകനെ ഞാൻ തീറ്റിപ്പോറ്റുകയും ചെയ്യുക. നല്ല കാര്യം. അബൂ ത്വാലിബ് അവരുടെ നിർദ്ദേശം പുച്ഛിച്ചു തള്ളുകയാണ് ഉണ്ടായത്. മറ്റൊരിക്കൽ അവർ പറഞ്ഞു, അബൂ ത്വാലിബ് അന്തസ്സും ആഭിജാതിത്യമുള്ളവനുമുള്ള ആളാണ് താങ്കൾ. പ്രായവും പദവിയും തങ്ങൾക്കുണ്ട്. താങ്കളുടെ സഹോദരപുത്രനെ തടയണമെന്ന് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ താങ്കൾ അത് ചെയ്തിട്ടില്ല. ഞങ്ങളെ പൂർവ്വ വിശ്വാസത്തെയും ദേവന്മാരെയും അപമാനിക്കുന്നത് തങ്ങളിനി സഹിക്കില്ല. ഒന്നുകിൽ താങ്കൾ അവനെ തടയണം, അല്ലെങ്കിൽ രണ്ടിൽ ഒരു വിഭാഗം നശിക്കുന്നത് വരെ ഞങ്ങൾ താങ്കളോടും അവനോടും യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചവര്. അബൂ ത്വാലിബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കാര്യങ്ങൾ ധരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ രക്ഷിക്കണം, നിന്നെയും രക്ഷിക്കണം. എനിക്ക് താങ്ങാനാവാത്ത ഭാരം എന്നിൽ അടിച്ചേൽപ്പിക്കരുത്. ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് അന്ന് സാധിക്കുമായിരുന്നില്ല. തികച്ചും ദുർബലരും എണ്ണത്തിൽ കുറവുള്ളവരുമായിരുന്നു അവർ. ഒരു നിമിഷം ആലോചിച്ചു നിന്ന ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മഫ്രൂഖ്, ഞങ്ങൾ എപ്പോഴും ജാഗരൂകരാണ്, സമരസന്നദ്ധരുമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, നിങ്ങളുടെയും ശത്രുക്കൾക്കുമിടയിലുള്ള യുദ്ധങ്ങളുടെ രൂപം എന്താണെന്ന് ചോദിച്ചപ്പോ അതിന്റെ മറുപടിയായി പറഞ്ഞത്, യുദ്ധക്കളത്തിൽ ഞങ്ങളുടെ അംഗക്കലിക്ക് അതിരുകളില്ല. ഞങ്ങളുടെ പോരാട്ടം ഭീകരമാണ്. പോർക്കുതിരകൾക്ക് ഞങ്ങൾ സമാനതകളെക്കാളും ആയുധങ്ങൾക്ക് ഞങ്ങൾ കറവ മൃഗങ്ങളെക്കാളും വില കൽപ്പിക്കുന്നു. സഹായവും വിജയവും അള്ളാഹുവിൽ നിന്നാണ്. ചിലപ്പോൾ ഞങ്ങൾ വിജയിക്കാം, ചിലപ്പോൾ ഞങ്ങൾ പരാജയപ്പെടുകയും ചെയ്യാം.
അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തി. തിരുമേനിയോട് അവർ ആഗമനോദ്ദേശം ചോദിച്ചപ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവല്ലാതെ ആരാധന ചെയ്യേണ്ട മറ്റൊന്നുമില്ല എന്ന ആദർശത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. നിങ്ങൾ എനിക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുക. എന്നെ സഹായിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുകയും ചെയ്യുക. ദീർഘമായ സംസാരത്തിനൊടുവിൽ അവർ പറഞ്ഞു, ഖുറൈശി സഹോദര, താങ്കളുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടു, അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം, ആദ്യം കൂടിക്കാഴ്ചയിൽ എന്നെ തന്നെ ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല. ഇപ്പോൾ നമുക്ക് പിരിയാം. ഞങ്ങൾ ആലോചിക്കട്ടെ. താങ്കളും ആലോചിക്കുക. ആ സംഘത്തിൽ നിന്നു മുസന്നബിനു ഹാരിസ് ഇത്രയും കൂട്ടിച്ചേർത്തു. ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം യമാമ മലയിടുക്കും സമാമ മലയിടുക്കും അടങ്ങുന്ന പ്രദേശമാണ്. ഒന്ന് അറേബ്യൻ മരുഭൂമിയും മറ്റേത് ഫലപുഷ്ടിയായ പേർഷ്യൻ ഭാഗവും. പുതിയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇടം നൽകുകയില്ല എന്ന് കിസ്രയുമായി ഞങ്ങൾ കരാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളുടെ കാര്യത്തിൽ പേർഷ്യൻ രാജാക്കന്മാർക്ക് ഞങ്ങളോട് അനിഷ്ടമുണ്ടാകാൻ ഇടയുണ്ട്. കുറ്റക്കാർക്ക് മാപ്പ് നൽകുക എന്ന അറേബ്യൻ സ്വഭാവം പേർഷ്യയിലില്ല. അതിനാൽ അറേബ്യൻ ഭാഗത്ത് താങ്കളെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പേർഷ്യൻ ഭാഗത്ത് താങ്കളുടെ ഉത്തരവാദിത്തം ഏൽക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു. തിരുമേനി പറഞ്ഞു, നിങ്ങൾ സത്യമാണ് പറഞ്ഞത്. എങ്കിൽ മറുപടി തിരക്കേടില്ല. പക്ഷേ അള്ളാഹുവിന്റെ സുരക്ഷിതത്വം ഏത് ഭാഗത്തും ലഭ്യമായവർക്ക് ഈ മതത്തിൽ നിലയുറപ്പിക്കാൻ കഴിയുകയുള്ളൂ. പേർഷ്യക്കാരെ കുറിച്ച് റബീഹ ഗോത്രത്തിനുള്ള ആശങ്കയും ഇസ്ലാമും തമ്മിലുള്ള ഒരുമിച്ചു പോവുകയില്ല എന്ന് സൂചിപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വിട പറയുകയാണ് ചെയ്തത്. തുടർന്ന് തിരുദൂതർ യസ്രിബിൽ നിന്നോ വന്ന ഔസ് ഖസ്റജ് എന്നീ 2 ഗോത്രക്കാർ താമസിച്ചിരുന്ന താവളത്തിലെത്തി. അവരിൽ ചിലർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈപിടിച്ചവർ അനുസരണ പ്രതിജ്ഞ ചെയ്തു.